യമനിൽ ഇന്നലെ നടന്ന ഹൂതി ആക്രമണത്തിൽ മരിച്ച സൈനികരുടെ എണ്ണം 58ആയി. സൗദി പിന്തുണയോടെ പ്രവർത്തിക്കുന്ന യമനിലെ വ്യവസ്ഥാപിത സർക്കാരിന്റെ സൈനിക സംവിധാനങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടന്നത്. 11 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. യമൻ അതിർത്തിയോട് ചേർന്നുള്ള സൗദി അറേബ്യൻ പ്രദേശങ്ങളിലെ സാധാരണക്കാർക്കും പരിക്കേറ്റെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, കഴിഞ്ഞ ദിവസം 30 പേരുടെ മരണം എന്നുള്ളതായിരുന്നു വാർത്ത. ഇന്നത് 58ആയി മാറിയിരിക്കുന്നു. കൂടുതൽ സൈനികരുടെ മരണം അല്ലെങ്കിൽ മരണമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ ഐസൻ? പ്രജിത്ത്, തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന കണക്കുകൾ അനുസരിച്ച് നേരത്തെ ഇന്നലെ ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്ന വേളയിൽ 30 പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ അത്രയും എണ്ണമാണ് സ്ഥിരീകരിച്ചതെങ്കിൽ ഇന്ന് ഇപ്പോൾ 58 ആയിരിക്കുന്നു സൈനികരുടെ മരണം എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. പരിക്കേറ്റ സൈനികരെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളോ അല്ലെങ്കിൽ ഔദ്യോഗികമായി ഈ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന്, അതായത് സൗദി അറേബ്യയെ സഹകരിച്ച് യമനിലെ വ്യവസ്ഥാപിത സർക്കാരിൻ്റെ സൈന്യത്തിൻ്റെ ഔദ്യോഗിക വക്താക്കളൊന്നും തന്നെ മരണസംഖ്യ സംബന്ധിച്ചോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചോ കാഷ്വാലിറ്റി സംബന്ധിച്ചോ ഒന്നും തന്നെ വിശദമായ വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇത് തന്നെയായാലും നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് 28 പേർ കൂടി മരണമടഞ്ഞു എന്ന വാർത്തയാണ് ഇന്ന് രാവിലെയോടുകൂടി പുറത്തു വരുന്നത്. ഏതാണ്ട് 58 പേരായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ മരണസംഖ്യ ഉയർന്നേക്കാമെന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. 11 പേർക്ക് പരിക്കേറ്റു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ പരിക്കേറ്റത് ഏറ്റവും ഗൗരവമർഹിക്കുന്നത് സൗദി അറേബ്യയുടെ അതിർത്തിക്കകത്തുള്ളവരൊക്കെ നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയൽ രാജ്യങ്ങളായ സൗദി അറേബ്യയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ആ അതിർത്തിക്കകത്ത് തന്നെയുള്ള ആളുകളെ ആക്രമിച്ച, സാധാരണക്കാരെ ആക്രമിച്ച ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, 2 ആഴ്ച മുൻപാണ് യമനിലെ ഹൂതി വിമതരെ ലക്ഷ്യം വെച്ചുകൊണ്ട് സൗദി അറേബ്യയുടെ സഹകരണത്തോടെ അമേരിക്ക ഒരു ആക്രമണം നടത്തിയത്. ഇതിന് ശക്തമായൊരു തിരിച്ചടി എന്ന നിലയിലാണ് ഈ നീക്കം നടത്തിയത് എന്നാണ് അറിയാനും സാധിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യം, അതായത് സൗദി അറേബ്യ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ശക്തമായ രാഷ്ട്രീയ നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ ട്രേഡ് സഹകരണം എല്ലാം തന്നെ ഈ 2 രാജ്യങ്ങളും തമ്മിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ശാക്തീകരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും സമാന രീതിയിലുള്ള ആക്രമണം ഇറാൻ പിന്തുണയ്ക്കുന്ന ഈ പ്രോക്സികളായ ഹൂതികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് ചില സൂചനകളൊക്കെ പുറത്തു വരുന്നത്.